നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഏപ്രിൽ മാസം 13-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മീനമാസം 30-ാം തീയതിയാണ് ഞായറാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 23-ാം തീയതിയാണ്. മലയാള രീതിയിൽ പറഞ്ഞാൽ മീനമാസം 30-ാം തീയതിയാണ് എന്ന് പറഞ്ഞാൽ വിഷുവിൻ്റെ തലേ ദിവസമാണ് ഞായറാഴ്ച ദിവസം. ഈ ഞായറാഴ്ച ദിവസമാണ് എല്ലാവരും വിഷു ആഘോഷിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ ഏർപ്പെടുന്നത്. കണിക്കൊന്ന പൂക്കളും കണിവെള്ളരിയും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സാമഗ്രികളും ഒക്കെ വാങ്ങിച്ചു കൂട്ടുവാനും കൈനീട്ടം കൊടുക്കുവാനും പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാനും എല്ലാവരും തിരക്കിലാകുന്ന ദിവസമാണ് വിഷു തലേന്നുള്ള ഞായറാഴ്ച ദിവസം. അങ്ങനെ വിഷു ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും വളരെ ഉത്സാഹത്തോടും താല്പര്യത്തോടുമൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിഷു ആശംസകൾ ഞാൻ നേരത്തെ തന്നെ അറിയിക്കുകയാണ്. പതിവ് പോലെ വിഷയത്തിലേക്ക് കടക്കാം. 1200-ാം ആണ്ട് മീനമാസം 30-ാം തീയതി ഞായറാഴ്ച ദിവസം, ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 23-ാം തീയതി. സൂര്യോദയ സമയം ഞായറാഴ്ച ദിവസം രാവിലെ 6:17 തിരുവനന്തപുരം സമയമാണ് പറഞ്ഞത്. തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് ഉദിച്ചു വരുന്ന സമയമാണ് ഞായറാഴ്ച ദിവസം രാവിലെ 6:17. തുടർന്ന് ഈ കൊച്ചു കേരളത്തെ, പ്രകൃതിയെ, ജീവജാലങ്ങളെ, സസ്യജാലങ്ങളെ നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചുകൊണ്ട് പ്രഥമ തിഥിയിൽ കൂടിയാണ് സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളം ലക്ഷ്യമാക്കി യാത്ര തുടരുക. വൈകുന്നേരം 6:28 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യദേവൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രദേവൻ നിലാവുള്ള രാത്രിയുമായിട്ട് നമുക്ക് കടന്നു വരുന്നു, നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു, ഈ പ്രകൃതിയിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഞായറാഴ്ച ദിവസം ഒരു പകലും രാത്രിയുമായിട്ട് മാറുകയാണ്. തുടർന്ന് പുതിയൊരു രാത്രി നമ്മൾക്ക് വേണ്ടി കടന്നു വരുന്നു, വിഷു രാത്രി. വിഷുവിൻ്റെ രാത്രിയായിട്ട് നമ്മൾക്കൊരു പുതിയ രാത്രിയാണ് നമ്മൾക്ക് കടന്നു വരുന്നത്. ആ രാത്രിയിൽ നമ്മളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കിടന്നുറങ്ങി പ്രഭാതത്തിൽ നമ്മുടെ ഭഗവാനെ ദർശിക്കുവാൻ നമ്മൾ ഉത്സാഹപൂർവ്വം ചാടി എണീറ്റ് കൺ തുറക്കാതെ ഭഗവാനെ കണി കണ്ട് സായുജ്യമടങ്ങുന്ന ഒരു പുലരിയായിരിക്കും, ഒരു പ്രഭാതമായിരിക്കും മേടം 1 പ്രഭാതം എന്നുള്ളതും പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ നമ്മൾ പതിവ് പോലെ ചിന്തിക്കുന്ന വിഷയം, ഈ ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രം ഏതാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുപ്രകാരമാണല്ലോ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യൻ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുമ്പോൾ നമുക്ക് പ്രത്യക്ഷമാകുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഉദിച്ചു വരുന്ന നക്ഷത്രം ഉദയാൽപരം നക്ഷത്രം, ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം 6:09 ചിത്ര നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച രാത്രി 9:12. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിത്ര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിത്ര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ കന്നിക്കുറിലും പിന്നീടുള്ള 2 പാദങ്ങൾ തുലാക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച രാവിലെ 6:09 വരെയുള്ള സമയത്താണ് കന്നിക്കുറിൽപ്പെട്ട ചിത്ര നക്ഷത്ര 2 പാദ സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിത്ര നക്ഷത്രം 2 പാദം, കന്നിക്കുറിൽപ്പെട്ട 2 പാദ സമയം ശനിയാഴ്ച വൈകുന്നേരം 6:09 മുതൽ ഞായറാഴ്ച രാവിലെ 6:09 വരെ ഉള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിന്നീടുള്ള 2 പാദങ്ങൾ, അതായത് തുലാക്കുറിൽപ്പെട്ട ചിത്ര 2 പാദം ഞായറാഴ്ച രാത്രി 9:12 കൊണ്ടാണ് അവസാനിക്കുന്നത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്തൊക്കെ ജനിക്കുന്ന കുട്ടികൾ ചിത്ര നക്ഷത്ര ജാതകരാണെന്നുള്ളത് വേർതിരിച്ച് കാണണം. കന്നിക്കുറിൽപ്പെട്ടതും തുലാക്കുറിൽപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കണം. ഇനി ചിത്ര നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ഞായറാഴ്ച ദിവസം അനുഭവങ്ങൾ വരിക? പ്രത്യേകിച്ച് വിഷു തലേന്നുള്ള ദിവസമാണ്, വിഷുവിൻ്റെ തലേ ദിവസമാണ്, ഒരുക്കങ്ങളിലൊക്കെ ഏർപ്പെടേണ്ട ദിവസമാണ്. പ്രതികൂലങ്ങളൊന്നും വന്ന് ചേരാൻ പാടില്ല. അനുകൂലമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരണം. സന്തോഷവും സമാധാനവും ലഭിക്കണം. നല്ല ഉത്സാഹത്തോടുകൂടി കാര്യങ്ങളൊക്കെ ഓടിച്ചാടി നടന്ന് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നല്ല അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് ഈ ചിത്ര നക്ഷത്രം കൊടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം. ചിത്ര നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ തിരുവോണം, അവിട്ടം, മകയിരം, തിരുവാതിര, പൂരം, ആയില്യം, അത്തം എന്നീ നാളുകാർക്ക് വിഷു ഒരുങ്ങുവാൻ അനുകൂലമായൊരു ദിവസമാണ്. വിഷുവിൻ്റെ ഒരുക്കങ്ങളിലൊക്കെ ഉത്സാഹത്തോടും വളരെ സന്തോഷത്തോടും കൂടി ഏതൊരു കാര്യത്തിലും ഏർപ്പെടുവാൻ ഈ നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ്. തിരുവോണം, അവിട്ടം, മകയിരം, തിരുവാതിര, പൂരം, ആയില്യം, അത്തം എന്നീ നാളുകാർക്ക് വിഷു ഒരുങ്ങുവാൻ വളരെ അനുകൂലമായ ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക.
പ്രതികൂലമായ അനുഭവങ്ങൾ വിഷു തലേന്ന് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പൂയം, മകം, ഉത്രം, പൂരാടം, അശ്വതി. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഈ വിശേഷ ദിവസങ്ങളൊക്കെ ഒരുങ്ങുമ്പോഴൊക്കെയാണ് പല കുടുംബങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും അനർത്ഥങ്ങളും ആപത്തുകളും ഒക്കെ വന്നു ചേരുന്നത്. അത് പൊതുവെ പണ്ട് മുതലേ ഉള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കൂടുതൽ സന്തോഷിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരും. അതങ്ങനെയാണല്ലോ. വലിയ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടിയൊക്കെ ഒരു ആഘോഷം കൊണ്ടാടുവാൻ, അതായത് വിഷു പോലെയുള്ള പ്രത്യേക ആഘോഷങ്ങളൊക്കെ കൊണ്ടാടുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടും ഒത്തൊരുമയോടും കൂടി പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ആ കുടുംബത്തിലായിരിക്കും ഒരു പ്രതിസന്ധി, അല്ല പെട്ടെന്നൊരു പ്രശ്നങ്ങൾ, നിസ്സാര ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവിടെ അടിയായി ഭയങ്കര വിഷയമായി അല്ലെങ്കിൽ ആപത്തായി അപകടമായി ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരും. അപ്പോൾ സൂക്ഷിക്കണമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട നാളുകാർ, ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട നാളുകാർ പൂയം, മകം, ഉത്രം, പൂരാടം, അശ്വതി. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുക, അല്ലെങ്കിൽ മേടിച്ചുകൊണ്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്നോ, അല്ലെങ്കിൽ അതേ ചൊല്ലി ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്നോ, അവർക്ക് കൊടുത്തത് കുറഞ്ഞു പോയെന്നോ കൂടിപ്പോയെന്നോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നാളുകാർ സൂക്ഷിക്കണം. പൂയം, മകം, ഉത്രം, പൂരാടം, അശ്വതി നാളുകാർ സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ചെറിയ പ്രശ്നം കൊണ്ടായാലും അത് തേഞ്ഞു മാഞ്ഞങ്ങ് പൊക്കോളും, വലിയ വിഷയമായിട്ട് വരത്തില്ല എന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം. ഇനിയും ഞായറാഴ്ച ദിവസം, വിഷുവിൻ്റെ തലേദിവസം ഞായറാഴ്ച ദിവസം എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സമയത്ത് ചെയ്യുക. ഞായറാഴ്ച ദിവസം രാവിലെ 6:18 മുതൽ 9:18 വരെയുള്ള സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യുക. പിന്നീട് 10:48 മുതൽ ഉച്ചകഴിഞ്ഞ് 3:18 വരെയുള്ള സമയത്തും ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും നല്ലൊരു ഫലമുണ്ടാകും. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 13 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 4 വരും. ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ ഈ തീയതികളിൽ ജനിച്ചവർക്ക് വിഷുവിൻ്റെ തലേ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ്. ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് വിഷുവിൻ്റെ തലേ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ്. കൂടുതൽ ഉത്കൃഷ്ടമായ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി നിറങ്ങളെ ആശ്രയിക്കാൻ സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരെ തെളിവരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അതുകൂടാതെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നേട്ടങ്ങൾ തന്നെയായിരിക്കും ഞായറാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളതും സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനിയും ഈ അധ്യായത്തിൽ പറയുന്ന അടുത്ത വിഷയം, ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വിഷുവിൻ്റെ തലേ ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക? എല്ലാവർക്കും വന്നു ചേരും, കാരണം വിഷുവല്ലേ, എല്ലാവരുടെയും കയ്യിൽ കാശുണ്ടാകും. എന്നാലും ജ്യോതിഷം ഈ ചിത്ര നക്ഷത്രപ്രകാരം ചിത്ര നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ട് ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ചിത്ര നക്ഷത്രപ്രകാരം ഞായറാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അത്തം, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര. ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ഞായറാഴ്ച ദിവസം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. ധനപരമായ ഇടപാടുകളൊക്കെ നടത്തിയാൽ വിജയിക്കുന്ന ദിവസമാണ്. കൊടുത്തുവാങ്ങലിനും കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാനും ഒക്കെ പറ്റുന്ന അനുകൂലമായ ഒരു ദിവസമാണ്. യാതൊരുവിധ പ്രതിസന്ധികളും വന്നു ചേരത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പലരും കടമൊക്കെ മേടിച്ചിട്ട്, ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട്, പലരും ഒരു അടുക്കും ചിട്ടയില്ലാതെ കടം മേടിക്കും. ആ കടം മേടിക്കുന്നതുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതം തന്നെ ചിലപ്പോൾ തകർന്നു പോകും. ഒരു മോശമായ സമയത്താണ് പോയി കടം മേടിക്കുന്നതെങ്കിൽ ആ കടം മേടിക്കുന്ന സാഹചര്യം, അതായത് ആ കടം മേടിക്കുന്ന വ്യക്തിക്ക് നല്ല ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ്, മറ്റൊരാൾ കണ്ടാൽ കുഴപ്പമില്ല, തരക്കേടില്ല, പുള്ളി ഇപ്പോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, നല്ല ചുറ്റുപാടുകളൊക്കെ ഉണ്ട്, പൈസ കൊടുത്താൽ കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി പോയി മേടിക്കുകയും ചെയ്യും. ആ മോശമായ സമയത്ത് ഈ ധനം വാങ്ങിച്ചതിന് ശേഷം പിന്നീട് ഈ ജാതകൻ രോഗിയായി മാറുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നത്തിലകപ്പെട്ട് ധനനഷ്ടമോ ഒക്കെ ഉണ്ടായി ഈ മേടിക്കുന്ന പണമൊന്നും കൊടുക്കാൻ പറ്റാതെ പിന്നെ ജീവിതം പോലും ബുദ്ധിമുട്ടായി മാറും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ജീവിതാനുഭവങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് ഞാനിതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നത്. ഈ അനുകൂലമായ ദിവസങ്ങളിലൊക്കെ മാത്രം ഇതൊക്കെ കൈകാര്യം ചെയ്യാവുള്ളൂ, എങ്കിൽ ജീവിച്ചു പോകാം. ഞായറാഴ്ച ദിവസം അത്തം, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്ര ഇത്രയും നാളുകാർക്കാണ് ധനപരമായ നേട്ടമുള്ളത് എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക, പ്രവർത്തിക്കുക, ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇനി ചിന്തിക്കുന്നത്
ജ്യോതിഷപ്രകാരം ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ജ്യോതിഷപ്രകാരമുള്ള ലോട്ടറി പ്രവചനമാണ്. അതായത് പലരും പല വിധത്തിലാണ് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ജ്യോതിഷപരമായിട്ടുള്ള പ്രവചനമാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഞായറാഴ്ച ദിവസം മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. അവർക്ക് പ്രതീക്ഷിക്കാം. മിഥുനക്കുറുകാർക്ക് പ്രതീക്ഷിക്കാം. മിഥുനക്കുൾപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം 3/4 നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കർക്കിടകക്കുൾപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കന്നിക്കുൾപ്പെട്ട ഉത്രം 3/4 അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ധനുക്കുൾപ്പെട്ട മൂലം പൂരാട ഉത്രാടം 1/4 നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മകരക്കുൾപ്പെട്ട ഉത്രാടം 3/4 തിരുവോണം ഔട്ടൻ 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കുംഭക്കുൾപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂർട്ടാതി 3/4 നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മറ്റ് നേട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മറ്റ് നേട്ടങ്ങൾ: മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് ഈ ഞായറാഴ്ച ദിവസം നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുവാനും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ധനനേട്ടവും ഒക്കെ അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. മേടക്കുറുകാർക്ക് അടിപൊളിയായിട്ട് വിഷു ആഘോഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് തലേ ദിവസം ഞായറാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. എല്ലാം കൊണ്ടും അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ 12-ലെ ശനി അവർക്ക് ദോഷം വരാതെ നോക്കുക. 12-ലെ ശനിയുടെ ദോഷം വരാതെ നോക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ള. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അനുകൂലമാണ്. കാരണം കേന്ദ്രഭാവത്തിൽ ബലവാനായിട്ട് ചന്ദ്രൻ നിൽക്കുന്നു. അതുകൊണ്ട് നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും. ഇനിയും നേട്ടങ്ങൾ വന്നു ചേരുന്നവർ മിഥുനക്കുറാണ്. മിഥുനക്കുൾപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം 3/4 നാളുകാരെ സംബന്ധിച്ച് പെൺമക്കളെയും അവരുടെ കൊച്ചുമക്കളെയൊക്കെ കൊണ്ടുള്ള സൗഭാഗ്യമായ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും ഞായറാഴ്ച ദിവസം ഉണ്ടാകുക. അവർ വളരെ സന്തോഷിക്കും. അവരൊക്കെ ഒരു വർഷമായിട്ട് വളരെ പ്രതിസന്ധിയിലായിരുന്നവരാണ്. അവരൊക്കെ സന്തോഷിക്കാൻ പോവുകയാണ്. മിഥുനക്കുൾപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം 3/4 നാളുകാർക്ക് കാര്യവിജയമുണ്ടാകും. അവർക്ക് ജീവിതത്തിൽ പെൺമക്കളെ കൊണ്ടുള്ള സന്തോഷമാണ് കൂടുതലായിട്ടും അനുഭവപ്പെടുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് ലഭിക്കും. നേട്ടങ്ങൾ തന്നെയാണ്. മക്കളെക്കൊണ്ടും ഒക്കെ ഉള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും എല്ലാം കൊണ്ടും അവർക്ക് സന്തോഷം നിറഞ്ഞ ജീവിതാനുഭവമായിരിക്കും ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് അവരുടെ നേട്ടം. മാതൃഗുണമൊക്കെ അവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കുറാണ്. ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂരം ഉത്രം 1/4 നാളുകാർക്ക് സുഹൃത്തുക്കളെ കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങളാണ് അവർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കന്നിക്കുറിൽപ്പെട്ട ഉത്രം 3/4 അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി വിഷു ആഘോഷിക്കാൻ പറ്റുന്ന അനുകൂലമായൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കുറാണ്. തുലാക്കുറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് സുഖാനുഭവ യോഗങ്ങളാൽ നിറഞ്ഞ ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. ധനപരമായ നേട്ടം, അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ദിവസം, സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ദിവസം, അടിപൊളിയായിട്ട് വിഷു ആഘോഷിക്കാൻ തുലാക്കുറുകാർക്ക് കഴിയുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കുറാണ്. വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാലാഞ്ചം കേട്ട നാളുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായ ദിവസമല്ലെങ്കിൽ പോലും അവർക്ക് ചിലർക്കൊക്കെ ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായാൽ പോലും വിഷുവൊക്കെ ആഘോഷിക്കാൻ അനുകൂലമായ ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം 1/4 നാളുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. അവരുടെ ജീവിതത്തിൽ വിഷുവൊക്കെ ആഘോഷിക്കുവാൻ സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരെ തേടി സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു സുദിനമായിരിക്കും ഞായറാഴ്ച ദിവസം. അവർക്ക് സംതൃപ്തി ഉണ്ടാകുന്ന, ഒന്നുകൊണ്ടും ഭാരവും പ്രയാസവും ഒക്കെ അനുഭവിക്കാതെ അവർക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി വിഷുവിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുള്ള അനുകൂലമായ ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മകരക്കുറുകാരെ സംബന്ധിച്ചും മകരക്കുറിൽപ്പെട്ട ഉത്രാടം 3/4 തിരുവോണം ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ചും വിഷുവൊക്കെ ആഘോഷിക്കുവാൻ അനുകൂലമായ ദിവസമാണ് വിഷുത്തലേന്നുള്ള ഞായറാഴ്ച ദിവസം. അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യാനുള്ള ധനവും എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നു നിൽക്കുന്ന ഒരു പ്രത്യേകത അവരിലും ഉണ്ടാകും. അപ്പോൾ ധനുക്കുറുകാരെ പോലെ, ധനുക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം 1/4 നാളുകാരെ പോലെ മകരക്കുറിൽപ്പെട്ട ഉത്രാടം 3/4 തിരുവോണം ഔട്ടൻ 2 പാദം നാളുകാർക്കും അനുകൂലമായ ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂട്ടാതി 3/4 നാളുകാർക്കും വളരെ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അവർക്ക് ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളാണ് അവർക്ക് നേട്ടം വന്നു ചേരുക എന്നുള്ളത്. ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേർന്ന് വിഷുവൊക്കെ സമൃദ്ധിയായിട്ട് അവർക്ക് ആഘോഷിക്കാൻ പറ്റും. സന്തോഷത്തോടും വളരെ ആഘോഷത്തോടും ഒക്കെ വിഷു ആഘോഷിച്ച് അവർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വിഷു ആഘോഷിക്കാൻ വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തിയെടുക്കാൻ അനുകൂലമായ ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച്
ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ സ്ത്രീകൾ മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വിഷു തലേ ദിവസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനയോടെയൊക്കെ ഇരിക്കുക. അപ്പോൾ തടസ്സങ്ങളൊക്കെ മാറട്ടെ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കുക. പ്രതിസന്ധികളൊക്കെ അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ബലമുള്ള ചന്ദ്രനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നതെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ഇടവക്കൂറുകാരുടെ കാര്യം പറയാൻ മറന്നുപോയി. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, രോഗം, ശത്രുത, കടബാധകളായുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെങ്കിലും വിഷുവൊക്കെ ആഘോഷിക്കാൻ കഴിയുന്ന ദിവസമാണെന്നുള്ളതും ഇടവക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എല്ലാവരോടും പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.